നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പനീർ കട്ട്ലേറ്റ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ക്യാരറ്റ്, ഗ്രീൻ പീസ്, പൊട്ടാറ്റോ എല്ലാം വന്നിട്ട് നല്ല തിക്കായിട്ട് നല്ല സൂപ്പർ കട്ട്ലേറ്റ് ആണ് പനീർ കട്ട്ലേറ്റ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമ്മൾ ഒരു 200 ഗ്രാമോളം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് പനീർ ഇട്ട് കൊടുത്തു. അത് നമ്മൾ മിക്സിയിലിട്ട് ഒരു കറക്കം കറക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ ഇത് കിട്ടി. 2 പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നല്ല രീതിയിൽ ഉടച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. ക്യാരറ്റ് ഒരു ചെറിയ പീസ് നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്ത് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ തിക്കാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ആയാലും മൈദ നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടണം, ഒട്ടും വെള്ളം ഉണ്ടാവരുത്. അപ്പോൾ ഡ്രൈ ആയിട്ട് തന്നെ ഇരുന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കട്ട്ലേറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗരം മസാല 1/4 ടേബിൾ സ്പൂണോളം, അല്പം ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേസ്റ്റ് ചിലപ്പോൾ കൂടി കിട്ടാനായിട്ട് അല്പം ജിഞ്ചർ പേസ്റ്റ് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. അതിൻ്റെ നമ്മളതിൽ ബ്രെഡ് ക്രംസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഗ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അത് നല്ല ടൈറ്റിൽ നമുക്ക് മസാല കിട്ടി. ഇനി ഇതിൽ മല്ലിയില കൂടി ഇട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ദോ റെഡി ആയി കഴിഞ്ഞു. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് നല്ല ലൂസായിട്ട് തന്നെ ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് കലക്കി മാറ്റി വെച്ചു. ഈ ഒരു പരുവത്തിൽ ഇത് എടുക്കുക. അപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഇവിടെ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടിരിക്കുന്നത്. കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ നല്ല ലൂസായിട്ട് തന്നെ നമ്മൾ കലക്കി എടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. അല്ലാതെ നമുക്കതിൽ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ചേർത്ത് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അതിൽ പനീർ ഇട്ട് കൊടുത്താലും കറക്റ്റായിട്ട് തന്നെ കിട്ടും. അതിനായിട്ട് അല്പം ബ്രെഡ് ക്രംസ് എടുത്തു. ഇനി നമ്മൾ ഓരോരോ ബോളുകളായിട്ട് അതിന് ഒരേ വലുപ്പത്തിലുള്ള ബോളുകളായിട്ട് നമ്മൾ മസാല പിടിച്ച് മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിന് മാറ്റിയെടുക്കാം. റൗണ്ട്, ഓവൽ, നമുക്ക് ഏതെങ്കിലും അച്ചുണ്ടെങ്കിൽ ആ അച്ചിൽ പ്രസ് ചെയ്താൽ തന്നെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് നമ്മൾ റൗണ്ട് ഷേപ്പിലായി തന്നെ റെഡിയാക്കി മാറ്റി വയ്ക്കുകയാണ്. അത് നമ്മളപ്പോൾ തന്നെ കോൺഫ്ലവർ ലൂസായിട്ട് കലക്കിയിട്ടുള്ള കോൺഫ്ലവറിലേക്ക് നമ്മൾ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ നമ്മൾ പുരട്ടിയെടുക്കുകയാണ്. അത് നല്ല രീതിയിൽ മിക്സാക്കി അത് കൈ എപ്പോഴും നനച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കൈമ്പോൾ നമ്മുടെ മസാല ഒട്ടിപ്പിടിക്കുക, അത് ഒരേപോലെ ഷേപ്പായിട്ട് കിട്ടില്ല. ഒരല്പം വെള്ളം സൈഡിൽ വയ്ക്കുക. കൈ അതിൽ മുക്കിയതിന് ശേഷം മാത്രം നമ്മൾ ബോൾ പിടിച്ച് വെച്ചെല്ലാം കറക്റ്റായിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ഓവൽ ഷേപ്പിൽ കട്ട്ലേറ്റ് തയ്യാറാക്കി മാറ്റി വെച്ചു. കട്ട്ലേറ്റ് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ തന്നെ ഓയിൽ എടുക്കുക. അല്ലെങ്കിൽ ഒരേ കളർ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം ഓയിൽ കൂട്ടിയെടുത്ത് നമ്മൾ സാധാരണ ചിപ്സൊക്കെ ഉണ്ടാക്കും പോലെ മുങ്ങിക്കിടന്ന് തന്നെ കുക്കാവുന്ന രീതിയിൽ ശ്രദ്ധിക്കുക. ഒരുപാട് ഓവർ ഹീറ്റിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കരുത്. അല്പം സ്ലോ ഫയർ ആയാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ഈ ഒരു പരുവത്തിൽ സമോസയൊക്കെ ചെയ്യും പോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊരു 10 മിനിറ്റിനുള്ളിൽ നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് കട്ട്ലേറ്റ് കിട്ടും. ഇനി നമ്മൾ ബാക്കിയുള്ള കട്ട്ലേറ്റ് കൂടി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. നല്ല ക്രഞ്ചി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റാണ് നമുക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്.